ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബികോം BBA തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആണ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, classification, interpretation and presentation of data systematically. ഡാറ്റയെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യുക, അതുപോലെ അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻസിനെ എടുക്കുക, അത് വേണ്ട യൂസേഴ്സിന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഗവൺമെൻറ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, നാഷണൽ ഇക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. എക്കണോമിയിലുള്ള ആളുകളുടെ ഇൻകം, അതുപോലെ തന്നെ പോപ്പുലേഷൻ എത്രയാണ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും, അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻസ് എഴുതേണ്ടി വരും, പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വേൾഡിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് യൂസ്ഡ് ബോത്ത് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെൻസ്. സിംഗുലർ സെൻസിലും അതുപോലെ തന്നെ പ്ലൂറൽ സെൻസിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സിംഗുലർ സെൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് the methods used for collection, classification, interpretation and presentation of numerical data. സിംഗുലർ സെൻസിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ മനസ്സിലാക്കുന്നെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റയെ കളക്ട് ചെയ്യാൻ, അതുപോലെ ക്ലാസിഫൈ ചെയ്യാൻ, ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ, പ്രസൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. In plural sense, statistics means numerical data systematically collected. Plural sense സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ എക്സാക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത ഡാറ്റ, ആ ഡാറ്റയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എങ്കിൽ സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സിനെ പറയുന്നതാണ് സിംഗുലർ സെൻസ്. നെക്സ്റ്റ് പ്ലൂറൽ സെൻസിലാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സിസ്റ്റമാറ്റിക്കലി ഉള്ള ആ ഡാറ്റയെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മെയിനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ്. കോംപ്ലക്സിറ്റീസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് ഹ്യൂജ് ആയിട്ടുള്ള ഡാറ്റയെ ഒരിക്കലും ക്ലാസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെത്തേഡാണ് ഡാറ്റയെ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നതും അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സ്റ്റാറ്റിസ്റ്റിക്സ് വലിയ കോംപ്ലക്സിറ്റീസിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫങ്ഷനാണ്. സെക്കൻഡ് വൺ, ഇറ്റ് പ്രസൻറ്റ്സ് ദ ഡാറ്റ ഇൻ എ ഡെഫിനിറ്റ് ഫോം. ഒരു ഡാറ്റയെ ഒരു ഡെഫിനിറ്റ് ഫോമിലേക്കാക്കി മാറ്റി സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സിന് കഴിയും. തേർഡ് വൺ, ഇറ്റ് പ്രസൻറ്റ്സ് ദ ഡാറ്റ ഇൻ എ പ്രിസൈസ് ഫോം. നെക്സ്റ്റ് ഇനി ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വളരെ ചെറിയ പ്രിസൈസ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഫോമിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റയെ പ്രിസൈസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷനാണ്. ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് കണ്ടൻസേഷൻ ഓഫ് ഡാറ്റ. ഒരുപാട് സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ഡാറ്റയെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് കഴിയുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇറ്റ് ഹെൽപ്സ് കണ്ടൻസേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ ഒരു സ്ഥലത്തേക്ക് കണ്ടൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സിന് കഴിയുന്നുണ്ട്. അപ്പോൾ കണ്ടൻസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ഓഫ് ഡാറ്റ. ഡാറ്റാസിനെ പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മീൻസ് ഈ വർഷത്തെ പോപ്പുലേഷനും കഴിഞ്ഞ വർഷത്തെ പോപ്പുലേഷനും നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ പോപ്പുലേഷന് കമ്പയർ ചെയ്യാൻ കഴിയും. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാസിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ്. പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിഡിക്ഷൻ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഡാറ്റാസിനെ അനാലൈസ് ചെയ്ത് ഫ്യൂച്ചറിലേക്കുള്ള പ്രിഡിക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള ഡാറ്റാസിനെ
സ്റ്റഡി ചെയ്ത് ഫ്യൂച്ചറിലേക്കുള്ള പ്രഡിക്ഷൻസ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. 8th വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഡാറ്റയെ അനലൈസ് ചെയ്ത് ഡാറ്റയെ പറ്റി പഠിച്ച് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള പോളിസീസിനെ ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയും. ലാസ്റ്റ് വൺ, ഇറ്റ് എൻലാർജസ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എൻലാർജ് ചെയ്യുന്ന മീൻസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഉള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഡാറ്റ അനാലിസിസിലൂടെ ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവും. ഒക്കെ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അളക്കാൻ കഴിയുന്ന ഡാറ്റാസ് മാത്രം പഠിക്കാനേ സ്റ്റാറ്റിസ്റ്റിക്സിന് കഴിയുള്ളൂ. ഇപ്പോൾ ഇൻകത്തിനെ കുറിച്ച് പഠിക്കാം, പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ അതിന് സ്റ്റഡി ചെയ്യാൻ കഴിയില്ല. സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും ഇൻഡിവിജ്വലായിട്ട് ഒരാളെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. മാസ്സായിട്ട് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയെ കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, ഇത്ര മാത്രമാണ് അതിന് പറ്റുക. ഇൻഡിവിജ്വൽ കേസസിനെ സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിലില്ല. തേർഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത് പലപ്പോഴും ഫുൾ 100% ശരിയായിക്കൊള്ളുന്നില്ല. ആവറേജ് കേസിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട്സ് ട്രൂ ആവാറുള്ളൂ. നെക്സ്റ്റ് ഫോർത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി ഓഫ് ദി പ്രോബ്ലം. ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സ്റ്റോറി പോലെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്തിട്ടല്ല ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അത് നോക്കുന്ന ആൾക്ക് വളരെ ഷോർട്ടായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കും അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അല്ലാതെ ആൾക്കൊരു സ്റ്റോറി ഫോമിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ഫെസിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എൻ എക്സ്പേർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി അറിയുന്ന എക്സ്പേർട്ടുകൾക്ക് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പല മെത്തേഡ്സും യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇത്രയാണ് മേജർ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ട്രസ്റ്റ് കുറച്ച് കുറവാണ്, വിശ്വാസം കുറവാണ്. അപ്പം ഡിസ്ട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ബൈ ഡിസ്ട്രസ്റ്റ് വി മീൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിലും വിശ്വാസം ഇല്ലാതിരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്രൂവ് എനിത്തിങ്. സ്റ്റാറ്റിസ്റ്റിക്സ് മാനിപ്പുലേഷൻസ് കാണിച്ച് നമുക്ക് എന്തിനേയും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ട്രസ്റ്റ് ഉണ്ടാവാം. തേർഡ് വൺ, വെദർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഗുഡ് ഓർ ബാഡ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് യൂസ്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എപ്പോഴും അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇതുകൊണ്ടാണ് ഡിസ്ട്രസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്രൂവ് എനിത്തിങ്. എന്ത് വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ വിശ്വാസമില്ലാതിരിക്കുക. തേർഡ് വൺ, വെദർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഗുഡ് ഓർ ബാഡ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് യൂസ്. അതിൻ്റെ യൂസ് അനുസരിച്ചിരിക്കും അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്പേർട്സ് വേണം. ഇനി എക്സ്പേർട്സ് അല്ല അത് ചെയ്യുന്നെങ്കിൽ ഡാറ്റയുടെ കൺക്ലൂഷൻസ് വേറെ ആയിരിക്കും. ഒരേ ഡാറ്റയെ വെച്ച് തന്നെ പലരും ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള റിസൾട്ട്സ് ആണ് കിട്ടുക. അപ്പം ആളുകളെ മിസ്ലീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫറൻസ് എടുക്കുന്ന സമയത്ത് വേറെയുള്ള തെറ്റായ രീതിയിലേക്ക് നയിക്കാനും പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് കാരണമാവാറുണ്ട്. അതുകൊണ്ട് ഇൻഫാക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ലൈക്ക് എ ക്ലേ ഫ്രം വിച്ച് വൺ ക്യാൻ മേക്ക് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഗോഡ് ഓർ ഡെവിൾ ആസ് വൺ പ്ലേസസ്. ഒരാൾക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു ക്ലേയിൽ നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂ അതുപോലെ തന്നെ ഡെവിളിൻ്റെ സ്റ്റാറ്റ്യൂ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരേ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിൽ നിന്ന് മോശം രീതിയിലും ഇൻ്റർപ്രറ്റേഷൻസ് വരാം. മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ തെറ്റായ ഇൻ്റർപ്രറ്റേഷൻസും വരാം. ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് എൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്ന് നോക്കാം. ദ ഡാറ്റ വിച്ച് ക്യാൻ ബി മെഷറബിൾ ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. മെഷർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയെ നമ്മൾ വിളിക്കുന്നതാണ്
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അതിൻ്റെ എക്സാമ്പിളാണ് പ്രൈസ്, ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം തുടങ്ങിയ. അപ്പോൾ അളക്കാൻ കഴിയുന്ന ഡാറ്റയെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പ്രൈസ് നമുക്ക് റുപ്പീസിൽ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് സെൻറ്റിമീറ്ററിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇഞ്ചിൽ പറയാൻ കഴിയും. അതുപോലെ തന്നെ വെയ്റ്റ് നമ്മൾ ഗ്രാംസിൽ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇൻകം നമ്മൾ റുപ്പീസിൽ പറയാൻ കഴിയും. അങ്ങനെ ഒരു മെഷർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നെക്സ്റ്റ്, ദ ഡാറ്റ വിച്ച് കനോട്ട് ബി മെഷറബിൾ ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. പക്ഷേ അളക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിയാത്ത ഡാറ്റയെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്കറിയാം ഹോണസ്റ്റി, ഒരാളുടെ ഹോണസ്റ്റി നമുക്ക് അളക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് നമുക്കറിയില്ല. ബ്യൂട്ടി അളക്കാൻ കഴിയില്ല. അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയാത്ത ഡാറ്റയെ വിളിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ.